ശിവായ നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഗീതാഹൃദയം തുറന്നു പോകാൻ കഴിയില്ല. ചെറിയൊരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ആക്സിഡൻറ്റിൽ കൈക്ക് ചെറിയൊരു മുറിവ് പറ്റി. അങ്ങനെ സ്റ്റിച്ചൊക്കെ എടുത്തത് 2 ദിവസം ആയതേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഗീതാഹൃദയം കുറച്ച് ദിവസം ഇല്ലാതിരുന്നത്. നാം ഗീതാഹൃദയം നിർത്തിയത് ഗുരുവിനെ സ്തുതിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. നാം അധ്യായം 3 കർമ്മയോഗത്തിൻ്റെ അവസാന ശ്ലോകങ്ങളിലാണ്. ഇന്ന് 35 ശ്ലോകം വരെയാണ് ഭഗവാൻ അർജുനന് ഉപദേശങ്ങൾ നൽകി കൊണ്ടിരുന്ന ഭാഗത്താണ് നാം നിർത്തിയത്. ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് അർജുനനെ യുദ്ധമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകം 36. അർജുന ഉവാച അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്ന വിവാർഷ്ണേയ ബലാധിപ നിയോജിതഃ. ഇവിടെ അർജുനൻ ചോദിക്കുന്നു, ഹേ വാർഷ്ണേയ, ഏതിൻ്റെ പ്രേരണ കൊണ്ടാണ് പുരുഷൻ ആഗ്രഹമില്ലെങ്കിൽ പോലും നിർബന്ധിതനായി പാപം ആചരിക്കാൻ കാരണം? അർജുനൻ്റെ ചോദ്യമാണ്. ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞാൽ അർജുനൻ ചോദിച്ചു. ഭഗവാൻ അതിനുത്തരം പറയുന്നു. ഭഗവാൻ ഉവാച. 4-5 ശ്ലോകങ്ങളായിട്ടാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. ശ്ലോകം 37. കാമ ഏഷ ക്രോധ ഏഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ശ്ലോകം 38. ദ്യുമൂനാവ്രിയതേ വന്നിരിത്യാദർശോ മലേന ച ഇതോൽബേനാവൃതോ ഗർഭസ്ഥതോ തേനേതമവ്യാവൃതം. 39. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാലേന ച. ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനം അച്യുതേ ഏതൈർവിമോഹ്യത്യേഷ ജ്ഞാനമാവൃത ധ്യാനമാവൃത്യ ദേഹിനം. ശ്ലോകം 41. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദ്യൂ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹി ഹീനം ജ്ഞാനവിജ്ഞാനനാശനം. 5 ശ്ലോകങ്ങളിലായി ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 37 അർത്ഥം നോക്കുമ്പോൾ കാമ ഏഷ ക്രോധ ഏഷ എന്ന് തുടങ്ങുന്ന രജോഗുണത്തിൽ നിന്ന് ഉൽപ്പന്നമായതും ഒരിക്കലും വിശപ്പ് മാറാത്തതും ആണ് കാമവും ക്രോധവും. ഇവ മഹാപാപങ്ങളാണ്. ഇവയെ നീ ശത്രുവെന്നറിയുക. അടുത്ത ശ്ലോകം 38. പുക കൊണ്ട് അഗ്നിയും അഴുക്കിനാൽ കണ്ണാടിയും അതുപോലെ കാമത്താൽ ജ്ഞാനവും മുഴുവനായും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ഉദാഹരണങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് 39 അടുത്ത് നോക്കും. ഹേ കുന്തിപുത്ര അർജുന, സർവരുടെയും നിത്യവൈരിയും അഗ്നിയെപ്പോലെ സർവ്വതും ഭക്ഷിച്ചിട്ടും തൃപ്തി വരാത്തതുമായ കാമത്താൽ ജ്ഞാനിയുടെ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു. ശ്ലോകം 40. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമരൂപിയായ ആ ശത്രുവിൻ്റെ നിവാസസ്ഥാനം.
ഇതാണ് കാമത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെ നിവാസസ്ഥാനം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ്. കാമം ഇവയുടെ ജ്ഞാനത്തെ മറച്ച് ദേഹധാരിയായ ജീവാത്മാക്കളെ വിശേഷമായ മോഹത്തിൽ അടിമപ്പെടുത്തുന്നു. ശ്ലോകം 41. ഹേ ഭരതശ്രേഷ്ഠനായ അർജുന, അതിനാൽ നീ ആദ്യം ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപത്തെ പരിത്യജിച്ചാലും കാമക്രോധ മോഹലോഭങ്ങളെ പരിത്യജിക്കുന്ന കാമത്തെ പരിത്യജിക്കുന്നതിനുള്ള ഉപാധികളാണ്. കാമം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയായി തീരുന്നത്. അർജുനൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ആ കാമം മൂലമാണ് മനുഷ്യൻ ഇങ്ങനെയായി തീരുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞു. കൂടുതൽ നീണ്ടുപോകുമ്പോൾ ഭക്തർക്ക് ശ്രദ്ധിക്കാനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ, കാമത്തിൻ്റെ സവിശേഷതകൾ നമ്മളെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ അറിവിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. ഇവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര ബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.